ഹലോ. അപ്പോൾ നമുക്ക് കുറച്ച് ചെമ്മീനച്ചാറിന് ഓർഡറുണ്ട്. 1 കിലോ ചെമ്മീനച്ചാറിന് ഓർഡറുണ്ട്. അപ്പോൾ ഞാൻ 2 കിലോ ചെമ്മീൻ വാങ്ങിച്ച് പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ചെമ്മീനല്ല, അച്ചാറിന് ഇച്ചിരി കൂടെ വലിപ്പമുള്ള ചെമ്മീനാണ് എടുക്കേണ്ടത്. ഇച്ചിരി വലിപ്പം വേണം. നമ്മുടെ ഇവിടെ തീരദേശ മേഖലയിൽ പല വെറൈറ്റി ചെമ്മീൻ കിട്ടും. അപ്പോൾ അതിന് പലതിനും പല പേരാണ്. പൂവാലൻ, കരിക്കാടി, വെട്ടൻ, ഒടിയൻ, കഴന്തൻ, നാരൻ എന്നൊക്കെ പറഞ്ഞ് പലതിനും പല പേരാണ്. ഈ ചെമ്മീൻ കഴന്തൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത്രയും വലിപ്പമുണ്ട് അതിന്. പിന്നെ അതിന് നമുക്ക് മസാല തേച്ച് ആദ്യം പൊരിക്കണം. അപ്പം മസാല തേച്ച് നമുക്ക് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആദ്യം ഇത് കണ്ട മസാലയ്ക്ക് ആവശ്യമായിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്ത് ഞാൻ ഒരു പിടിയുണ്ട്. വെളുത്തുള്ളി എടുത്ത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടുണ്ട്. പിന്നെ ഈ വലിപ്പമുള്ളൊരു ഇഞ്ചി ചുരണ്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം ദേ ഒരു ടേബിൾ സ്പൂൺ കാണും, അല്ല ഒരു ടീസ്പൂൺ കാണും. അത്രയും അളവിൽ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകും എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച്. എന്നിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കണം. അപ്പം ഞാനത് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. ആ ചതച്ചെടുത്ത കൂട്ടിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് വീണ്ടും ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. മസാല നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെമ്മീൻ്റെ അകത്ത് കുറച്ച് ചെമ്മീൻ എടുത്ത് തേച്ച് നല്ലോണം പിടിപ്പിച്ചെടുക്കാം. ഇത് കണ്ട കൈ കൊണ്ട് തന്നെ നല്ല കുഴച്ച്, കൈ എരിയും പുകയും എന്നൊക്കെ പേടിയുള്ളവർ ഗ്ലൗസ് ഇട്ടോ. ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക. മസാല നല്ല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിനകത്തെല്ലാം മസാല നന്നായിട്ട് പിടിക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ അച്ചാറിന് ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്കിത് ചെമ്മീനിട്ടെല്ലാം ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതേ എണ്ണ ചൂടായിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി ചീനച്ചട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇളക്കി കൊടുത്ത് നമുക്ക് നല്ലോണം മൊരിയിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ ഇളക്കി മറിച്ചിടക്കിടയ്ക്ക് കൊടുക്കണം. എന്നാലേ 2 സൈഡും നല്ല മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. നല്ലോണം ഫ്രൈ ആകണം, എന്നാലേ അച്ചാർ ചീത്തയാകാതിരിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ചിവിടെ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കോരി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ഫുള്ളും ഫ്രൈ ആക്കി എടുക്കണം. ചെമ്മീൻ പൊരിച്ചെടുക്കുന്ന സമയം കൊണ്ട് കുറച്ച് വെളുത്തുള്ളി, ഇത് കണ്ടോ, നല്ല ഒരു പിടി വെളുത്തുള്ളി അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ പൊളിച്ചിവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്.
വെളുത്തുള്ളി ചതക്കിയ അരി ഒന്നും വേണ്ട. വലിയ ചുള വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതൊന്ന് രണ്ടാക്കിയേക്ക്. ഈ വെളുത്തുള്ളിയൊക്കെ നമുക്ക് അച്ചാറിലുണ്ടല്ലോ ചതച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല. ഇത് ഫ്ലേവറോട് കൂടി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി അങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ അതെ ഈ വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും ചതയ്ക്കണ്ട, നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് കടിക്കാൻ കിട്ടണം. ഈ ചതച്ച് ചേർത്താലുണ്ടല്ലോ രണ്ടിൻ്റെയും ഗുണം നമുക്ക് കിട്ടത്തില്ല. അത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണല്ലോ. ആസിഡിനെ നിർവീര്യമാക്കുന്നതാണ് ആൽക്കലി നിർവീര്യമാക്കുന്നതാണ് ആസിഡ്. ഈ ഇഞ്ചിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഇഞ്ചി ആൽക്കലിയാണ്, വെളുത്തുള്ളി ആസിഡും. അപ്പോൾ അത് ചതച്ച് അരച്ചൊക്കെ ചേർക്കുവാണെങ്കിൽ രണ്ടിൻ്റെയും ഗുണം നമുക്ക് കിട്ടാതെ പോകും. അപ്പോൾ ഇങ്ങനെ തന്നെ വെളുത്തുള്ളി ഇങ്ങനെ മുഴുവനെ ഇടുന്നതും ഇഞ്ചി കൊത്തിയരിഞ്ഞെടുക്കുന്നതുമാണ് നല്ലത്. ചതയ്ക്കാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഇടണം. പിന്നെ അതിലേക്ക് ഈ അച്ചാറിന് ആവശ്യത്തിനുള്ള കറിവേപ്പില, ഒരു 3 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അതും കഴുകി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ അത് ഇന്നലെയായിരുന്നു ഞാൻ ഇതെല്ലാം ഫ്രൈ ആക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. ചെമ്മീൻ ഫ്രൈ ആക്കി ഫ്രിഡ്ജിൽ വെച്ച്, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ശരിയാക്കി അതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനങ്ങ് കിടന്നു. ഇന്നലെ എനിക്ക് അച്ചാറിടാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടാണ് അച്ചാറിടാൻ ഒരുങ്ങുന്നത്. അപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് അതിൻ്റെ പുറത്തൊരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാത്രം ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിത് ഫ്രൈ ആക്കിയത് സൺഫ്ലവർ ഓയിലിലായിരുന്നേ. അച്ചാർ ചെയ്യുന്നത് നല്ലെണ്ണയിലാണ്. അച്ചാർ ഒരിക്കലും വെളിച്ചെണ്ണയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം വെളിച്ചെണ്ണ അച്ചാർ ഇരിക്കും തോറും ഒരു കനപ്പ് ടേസ്റ്റ് വരും. നല്ലെണ്ണയാണെങ്കിൽ മാത്രമേ അച്ചാർ കേടാകാതിരിക്കത്തുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിരിക്കുവാണ്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും കൂടി ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാവേ. അപ്പോൾ ഇത് അടച്ച് വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തു. ഒരുപാട് വേവണ്ട, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയം വരെ. ഫ്ലെയിം നല്ല കുറച്ച് തന്നെ ഞാൻ വെച്ചിരിക്കുവാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ വേണ്ടത് മുളക് പൊടി. അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഇത് ഞാൻ ഈ ഒരു തവിക്ക് സ്പൂണിന് 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും ഒരു 2-3 നുള്ളു കാണും. അതും ഇങ്ങോട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം.
ഒരുപാട് കരിയരുത്, മൂപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ അതേ പൊടികളെല്ലാം വഴറ്റിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇത്ര ഒഴിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ചെമ്മീൻ നല്ല ഫ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ അച്ചാറിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഒട്ടും തന്നെ ചാറുണ്ടാവത്തില്ല. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുവാണെങ്കിലും വെള്ളം എല്ലാം പിന്നെ ഈ ഫ്രൈ ആയ ചെമ്മീൻ വലിച്ചെടുക്കും. അപ്പോൾ ഈ വെള്ളം തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നല്ലോണം തിളയ്ക്കണം ഈ ഒഴിച്ച വെള്ളം, അല്ലെങ്കിൽ തിളച്ചില്ല എന്നുണ്ടെങ്കിൽ അച്ചാർ കേടായി പോകും. അതുകൊണ്ടാണ് നല്ലോണം തിളപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതേ നമ്മുടെ അച്ചാറിനൊഴിച്ച വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നല്ല ചാറുണ്ടാകും, പക്ഷെ അച്ചാർ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒട്ടും തന്നെയും ചാറുണ്ടാവത്തില്ല. ഈ ചെമ്മീൻ അത്രയും വെള്ളവും വലിച്ച് ഉറുകിയിരിക്കും. അപ്പോൾ അതേ അച്ചാർ ചെമ്മീൻ ഇട്ടതിന് ശേഷം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉലുവാപ്പൊടി ഇടുന്നത്. എന്താ ഉലുവ വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഉലുവാപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ കായപ്പൊടിയും 1 ടീസ്പൂൺ ഫുള്ള് ഇട്ടിട്ടുണ്ട്. കാരണം അച്ചാറിന് കായത്തിൻ്റെ ഫ്ലേവർ വേണമല്ലോ നല്ലോണം, അതുകൊണ്ടാണ് കായപ്പൊടി അധികം ഇടുന്നത്. എന്നിട്ട് നല്ല ഇളക്കി മിക്സാക്കി ഈ അച്ചാർ തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ പിന്നെ വിനാഗിരി ഒഴിക്കത്തുള്ളൂ. വിനാഗിരി ഒഴിച്ചിട്ട് പാക്ക് ചെയ്യും. നമ്മുടെ വീട്ടാവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിപ്പം പിന്നെ ചെമ്മീൻ അച്ചാറായതുകൊണ്ടൊരു ചെറിയ പുളിപ്പ് വേണം, അതുകൊണ്ടാണ് വിനാഗിരി ഒഴിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പം എങ്ങാനും പൂപ്പലൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനോടെല്ലാം ഞാൻ പറയും ഇത് ഹോം മെയ്ഡാണ്, നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞാണ് കൊടുക്കുന്നത്. എന്നാലും ചിലർ പിള്ളേർക്കൊക്കെ ഹോസ്റ്റലിൽ കൊണ്ടുപോകാനും ഗൾഫിലൊക്കെ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൂപ്പൽ പിടിച്ചാൽ ചിലർ 1-2 പേരെങ്കിലും പരാതി പറയും. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വിനാഗിരി ചേർക്കും. തണുത്തതിന് ശേഷമേ ചേർക്കത്തുള്ളൂ, എന്നിട്ടേ പാക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീനച്ചാർ കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. ഇത് അച്ചാറിട്ട സമയത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഉപ്പും ഒരിച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ സ്കിപ്പായിപ്പോയി. പിന്നെ നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും കൂടെ ചേർത്ത് നല്ല ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇത് പാക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ പാക്കിംഗ് ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലത്തെ കവറുകളിലാണ് പാക്ക് ചെയ്യുന്നത്. സ്റ്റാൻഡ് പൗച്ചിലാണ് പാക്ക് ചെയ്യുന്നത്. ഈ രീതിക്കാണ് ഗൾഫിലോട്ട് പോണവർക്കും ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കും ഒക്കെ നമ്മൾ കൊടുത്തു വിടുന്നത്.